അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ളവരെ, അള്ളാഹു വളരെയേറെ അനുഗ്രഹിച്ചവരാണ് മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മളൊക്കെ. അള്ളാഹു ആ ഈമാൻ രക്ഷപ്പെട്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഏത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും എനിക്കെന്താണ് അതുകൊണ്ട് നേട്ടം, എനിക്കെന്താണ് അതുകൊണ്ട് കാര്യം എന്ന് ആലോചിക്കുന്നവരാണ്. ഈ ആലോചിക്കുന്ന മുസ്ലിമീങ്ങളായ നാം ഈ നശ്വരമായ ലോകത്ത് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ ചിന്തിക്കേണ്ടത് പരലോകത്ത് എനിക്കിതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണെന്ന്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹദീദ്. ആ സൂറത്തുൽ ഹദീദിൽ ഒരിടത്ത് അള്ളാഹു പറയുന്നത് കാണാം, മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന വയുളായിഫഹു ലഹു വലഹു അജ്റുൻ കരീം. അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹു തആലാക്ക് വേണ്ടി ശരിയായ ലാഭം കിട്ടുന്ന കടം കൊടുക്കാൻ തയ്യാറുള്ളവരാരാണെന്നാണ്. നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മനസ്സ് ഒക്കെ അല്ലാഹു തആലാക്ക് വേണ്ടി സമർപ്പിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങളുടെ ശരീരങ്ങളും സമ്പത്തും എല്ലാം അല്ലാഹു വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ ആട്ടടക്കങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹുവുമായിട്ടുള്ള ഒരു കച്ചവടമാണ്. ആ കച്ചവടത്തിൽ നമുക്ക് വിജയം കിട്ടണം. ആ വിജയത്തിനനുസരിച്ചുകൊണ്ടാണ് പരലോകത്തിൽ നമ്മുടെ വിജയത്തിൻ്റെ ശരിയായ മാനദണ്ഡമായി അല്ലാഹു തആല കണക്കാക്കുന്നത്. അപ്പോൾ എവിടെയും നമ്മൾ ഈ ലോകത്ത് കിട്ടുന്ന നേട്ടങ്ങളെക്കാൾ പരലോകത്ത് എങ്ങനെയാണ് നേട്ടം കിട്ടുക എന്നാലോചിക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കച്ചവട ചരക്ക് വന്നപ്പോൾ ആളുകളൊക്കെ ഒത്തുകൂടി കച്ചവടത്തിൻ്റെ ചരക്കിൻ്റെ വില പറഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇവിടം വരെ പറഞ്ഞപ്പോഴും മഹാൻ പറഞ്ഞു, അതിൽ കൂടുതലും വില എന്നോട് വേറെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വന്ന കച്ചവടക്കാർ പറഞ്ഞു, എത്രേ? എന്നാൽ പിന്നെ അവർക്ക് വിൽക്കലാണ് നിങ്ങൾക്ക് ലാഭം, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഈ ചരക്ക് വാങ്ങാൻ പറ്റുന്നതല്ല, ഞങ്ങൾക്കത് നഷ്ടമായിരിക്കും. അപ്പം മഹാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് മറ്റൊന്നുമല്ല, ഉശീദുക്കും മൈസറ തുജാർ, കച്ചവടക്കാരെ നിങ്ങൾ സാക്ഷിയാണ്, ഈ സമ്പത്ത് മുഴുവനും ഇവിടെയുള്ള ദരിദ്രന്മാർക്ക് ഞാൻ വെറുതെ കൊടുക്കുന്നു, ധർമ്മം ചെയ്യുന്നു. കാരണം 1-ന് 10 തരാം എന്ന് എൻ്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ടെന്ന. അപ്പം നമ്മളെ ജീവിതം മുഴുവനും അല്ലാഹു തആലാക്ക് വേണ്ടി വിൽക്കേണ്ടവരാണ്, സമർപ്പിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ മേഖലകളിലും മുസ്ലിമീങ്ങളായ ആണും പെണ്ണും ഒക്കെയും നീങ്ങേണ്ടതെന്ന ഞാൻ ഈ നൽകുന്ന സന്ദേശത്തിൻ്റെ ചുരുക്കം. അല്ലാഹു നമുക്കൊക്കെ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.